ഹായ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെറിയൊരു സ്റ്റുഡിയോ സെറ്റപ്പ് ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. ഇത് കുറച്ച് പണിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഞങ്ങൾ ആദ്യം വീഡിയോ എടുക്കാൻ മറന്നുപോയായിരുന്നു. നമ്മൾ വെളിയിൽ നിന്ന് ആകെ ട്യൂബ് ലൈറ്റ് അങ്ങനത്തെ ചെറിയ ലൈറ്റുകൾ മാത്രമേ മേടിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കും. അപ്പോൾ അതിനാവശ്യമായ PVC പൈപ്പ്, ഫോയിൽ പേപ്പർ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് നമ്മൾ ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് ഭയങ്കര കാറ്റും മഴയായിരുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ പല കളർ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ട്യൂബ് ലൈറ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിനകത്ത് പല കളർ പേപ്പറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ റിംഗ് ലൈറ്റും കൂടെ ഓർഡർ ചെയ്തായിരുന്നു ആമസോണിൽ നിന്ന്. റിംഗ് ലൈറ്റിന്റെ കൂടെ തന്നെ നമ്മുടെ ഫോൺ ഹോൾഡ് ചെയ്യുന്ന ഹോൾഡറും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ റിംഗ് ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തതിന് ശേഷം കാർഡ്ബോർഡ് ഉപയോഗിച്ച് സോഫ്റ്റ് ലൈറ്റ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. ഈ ഒരു ഷേപ്പിൽ 4 കോൺ നമ്മൾ വെട്ടിയെടുത്തതിന് ശേഷം അതിനകത്ത് ഫോയിൽ പേപ്പർ ഒട്ടിച്ചു. സോഫ്റ്റ് ലൈറ്റിലുള്ള സ്റ്റാൻഡ് നമ്മൾ PVC പൈപ്പ് ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിനും അതുപോലെ ഈ സ്റ്റാൻഡിനും പെയിന്റ് അടിക്കാനായിട്ട് നമ്മൾ ബ്ലാക്ക് സ്പ്രേ പെയിന്റാണ് മേടിച്ചത്. സ്റ്റാൻഡിന്റെ താഴ്ഭാഗം പൈപ്പ് ചെറിയ ചെറിയ പീസുകളാക്കി കണക്ടർ ഉപയോഗിച്ചാണ് സ്റ്റാൻഡ് സെറ്റ് ചെയ്തത്. ജനലൊക്കെ ഞങ്ങൾ കാർഡ്ബോർഡ് ഉപയോഗിച്ച് കവർ ചെയ്തിട്ടാണ് പിന്നെ കർട്ടൻ ഇട്ടത്. ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യം ഗ്രേ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു ചൂസ് ചെയ്തത്. അതൊരു ഗ്ലോസി ടൈപ്പ് ഗ്രേ ആയിരുന്നു. അതുകൊണ്ട് നമ്മുടെ ലൈറ്റുമായിട്ട് കുറച്ച് മാച്ച് ചെയ്യുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് മാറ്റ് മേടിച്ചടിച്ച് ഞങ്ങൾ.